എല്ലാവർക്കും നമസ്കാരം. ഞാൻ മണിക്കുട്ടൻ ചെന്തിരോട്. നമ്മുടെ ചെന്തിരോട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സിറ്റിയുമായി അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ കാലാകാലങ്ങളായി ഭരണത്തിലേറുന്ന ഭരണാധികാരികൾ ഈ പ്രദേശത്തെ ആകമാനം അവഗണിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. നമുക്കറിയാം, ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നെല്ലിക്കുഴി കേന്ദ്രീകരിച്ച് ആമയഞ്ചാൻ തോടിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അശാസ്ത്രീയമായ ഒരു നിർമ്മാണത്തെ ചൂണ്ടിക്കാണിക്കുകയും അത് ശ്രദ്ധയിൽപ്പെട്ട ബഹുമാന്യനായ MLA ശ്രീ കടകംപള്ളി സാർ ആ സ്ഥലത്തെത്തുകയും നാം ചൂണ്ടിക്കാണിച്ച അപാകതകൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പാലം പൊളിച്ചു നീക്കി മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒഴുക്കിനെ തടസ്സപ്പെടാത്ത രീതിയിൽ ഹൈറ്റ് കൂട്ടി ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. അത് ഞാൻ മുൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്ന് ആ പാലം ഒരു സ്തൂപം കണക്ക് തോടിന് കുറുകെ നിൽക്കുന്നതല്ലാതെ ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് ഏതൊരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ലഭ്യമായിട്ടില്ല. ആയത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട എല്ലാ നടപടികളും ഭരണാധികാരികളിൽ നിന്നുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം, നമുക്കറിയാം നെല്ലിക്കുഴി ഭാഗം ഏറ്റവും കൂടുതൽ ഹരിജന വിഭാഗത്തിൽപ്പെട്ട സഹോദരീ സഹോദരന്മാരാണ് താമസിക്കുന്നത്. 2 ദിവസത്തിന് മുമ്പ് ഞാൻ അവിടെ വീടുകളിൽ എത്തിയ അവസരത്തിൽ അവിടെയുള്ള അമ്മമാരും സഹോദരന്മാരും എന്നോട് സൂചിപ്പിച്ച ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്. വർഷങ്ങളായി ആ മേഖലയിലേക്ക് പോകുന്ന കണ്ണമുല അയ്യങ്കാളി നെല്ലിക്കുഴി റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ്. താങ്കൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാത്തതെന്നും രാത്രികാലങ്ങളിൽ കുടുംബാംഗങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ആ റോഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പിന്നീട് ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ട ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നല്ലതല്ല. ആയതുകൊണ്ട് എത്രയും വേഗം കാൽനടയാട്ടെങ്കിലും സഞ്ചരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആ റോഡിനെ ഒന്ന് പുനർക്രമീകരിക്കണം എന്നാണ് അവിടുത്തെ വാസികളായിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ ആഗ്രഹം. അല്ലാത്ത പക്ഷം ആ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ ഒരു സമൂഹം മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ 101 വാർഡിൽപ്പെട്ട വാർഡ് തന്നെയാണ് അണമുഖം വാർഡും, അവിടെയും വികസനം എത്തണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്നും അവരുടെ വ്യാകുലതകൾ നീക്കിക്കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെ സാധാരണ കുടുംബക്കാരാണ് വസിക്കുന്നത്. മഴക്കാലങ്ങളായാൽ അവർക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുകയില്ല.
ആ സാഹചര്യത്തിലാണ് ഇന്ന് ഈ റോഡിൻ്റെ അവസ്ഥ ഇത്തരണത്തിൽ ആയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ഈ ഓണക്കാലത്തെങ്കിലും അവിടെയുള്ള ജനവിഭാഗങ്ങൾക്ക്, അവിടെ മാത്രമുള്ള ജനവിഭാഗമല്ല, ചെന്നിലോടിനെ സംബന്ധിച്ചിട്ട് ചെന്നിലോടുള്ള നിവാസികൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഒരു റോഡാണ് കണ്ണമ്മുല അയ്യങ്കാളി നെല്ലിക്കുഴി റോഡ് എന്ന് പറയുന്നത്. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇവിടെ ശ്രദ്ധയിലെത്തുന്നതുവരെ പരമാവധി ഷെയർ ചെയ്യണമെന്നും ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സമാജത്തിൻ്റെ പൊതുവായ കാര്യമെന്ന നിലയിൽ സമാജത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് സംഘടിതരായി സർക്കാരിനെ കൊണ്ട് എത്രയും വേഗം ഈ റോഡിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് പൂർണ്ണമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ശരിയാക്കി കിട്ടണം. ഒരു വണ്ടിയെങ്കിലും വന്ന് ആ രാത്രിയിൽ ഒരു ആപത്ത് എല്ലാം വന്ന നമുക്ക് പിന്നെ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തണം. അതാണ് നമ്മളെ ഉദ്ദേശം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഒന്ന് ക്ലീനാക്കി തന്ന ദൈവോപകാരം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും വിളിച്ചു പയ്യന്മാരാണ്. മാമ എവിടെ? നമ്മൾ ഇവിടെ നെല്ലിക്കുഴ. അയ്യോ മാമ നമ്മൾ അങ്ങോട്ട് വേണ്ടില്ല, വണ്ടി നമുക്ക് ഇപ്പം ഞാൻ എടുത്ത വണ്ടിയാണ്. പിന്നെ ഒരു പ്രായം ചെന്നാൽ എവിടെ പോകണം? അങ്ങനെ വന്നു ചോദിച്ചു. പാലം വീതി കൂടി തന്നെ. അതിനും ഇവിടെ വേറെ ആൾക്കാർ പൈസകൾ വാങ്ങിച്ച് അതാണ് അവരെല്ലാം മറ്റേ